ഒരു പക്കമായ ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് മാന്യമായ തിരിച്ചടി കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രത്യാക്രമണമല്ല, ഇതൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. നമ്മുടെ പെങ്ങന്മാരുടെ സിന്ദൂരം മാച്ചു കളഞ്ഞ, നമ്മുടെ അമ്മമാരെ കരയിപ്പിച്ച, അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ചില ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങിയപ്പോൾ തന്നെ ചില നിലവിളികൾ ഉയരാൻ തുടങ്ങി. യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട, ചില നവലിബറലുകൾ. മറുഭാഗത്ത് എല്ലാം തച്ചു തകർക്കണം, എല്ലാം ചുട്ടരിക്കണം എന്ന് പറയുന്ന കപടദേശ സ്നേഹികളും. ഇവർ രണ്ടും അപകടമാണ്. ഈ കൊച്ചു കൊച്ചു ട്രീറ്റ്മെൻറ്റുകൾ തുടരണോ അതോ ഇതെല്ലാം ചുട്ടരിക്കണോ, അതെല്ലാം തീരുമാനിക്കാൻ പറ്റിയ പക്കമായ രാഷ്ട്രീയ നേതൃത്വം നമുക്കുണ്ട്. അതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന സൈന്യവും, ആ സൈന്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള ട്രഡീഷണൽ വാറിലേക്ക് പോകുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം ട്രഡീഷണൽ വാർ എന്ന് പറഞ്ഞാൽ അക്രമം മാത്രമായിരിക്കും. അവിടെ മാന്യതയോ പ്രതീക്ഷ ബഹുമാനമോ ഒന്നും ഉണ്ടാകില്ല. അക്രമവും പ്രത്യാക്രമണവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാം തച്ചുതാർക്ക്, എല്ലാം ചുട്ടരിക്കെന്ന് പറയുന്ന വികാര ജീവികളോട് ഒരു വികാരത്തിൻ്റെ പുറത്ത് എടുത്ത് ചാടേണ്ടതല്ല ട്രഡീഷണൽ വാർ എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും സൈന്യത്തിനും ആ തിരിച്ചറിവുണ്ട്. കഴിഞ്ഞ 80 കൊല്ലക്കാലം ഉറുമ്പരിമണി കൂട്ടിവെക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ സമ്പൽ സമൃദ്ധി. ഇതൊരു 25 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 30 കൊല്ലത്തേക്ക് പിന്നോട്ട് തള്ളിയിടാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവില്ല. അതാണ് പക്കമായ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പക്കമായ രാഷ്ട്രീയ നേതൃത്വത്തെയും സൈന്യത്തിലും നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യൻ ജനത ഒരുമിച്ച് ഒറ്റക്കെട്ടായി രാജ്യത്തിനും സൈന്യത്തിനും പിന്നിൽ അണിനിരന്നു. പാകിസ്ഥാൻ വിചാരിച്ചത് മതം ചോദിച്ച് നിറം ചോദിച്ചാൽ ഇന്ത്യ നിന്ന് കത്തുമെന്നാണ്. പക്ഷേ മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ അവിശ്വസനീയമായ രീതിയിൽ ഇവിടെ ഐക്യം പുലർന്നു. ഇത് നമുക്കൊരു പ്രതീക്ഷയാണ്, നമ്മുടെ സ്വപ്നമാണ്. രാജ്യം ഇനി മുന്നോട്ട് സർവ്വശക്തിയും ഉപയോഗിച്ച് മുന്നോട്ട് തന്നെ ഗമിക്കട്ടെ എന്ന് ആശംസിക്കാം. ജയ് ഹിന്ദ്.